സൂപ്പർ വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിനുള്ള കടമ്പകൾ കടന്ന് ക്ലൈമാക്സിലേക്ക് വിജയ് NDA സഖ്യം വിട്ട് TVKയ്ക്ക് പിന്തുണ നൽകാൻ 47 MLA-മാരുള്ള AIADMK തീരുമാനിച്ചു. DMK സഖ്യം വിട്ട് കോൺഗ്രസും TVKയുമായി സഖ്യം രൂപീകരിച്ചു. TVKയിലേക്ക് എത്തിയവരെ വിജയ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രി നാളെ രാവിലെ 11:30-ക്ക് സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യും. മനോജ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്നും. മനേഷ്, ആ നിലയിൽ ഇപ്പോൾ വിജയ്ക്കുള്ള പിന്തുണയേറുകയാണ്. AIADMKയും വിജയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അമൽ, അനുജ, സഖ്യത്തിൽ അതായത് കോൺഗ്രസ് കൂടെ TVKയ്ക്കൊപ്പം ചേർമ്പോൾ കോൺഗ്രസ് TVK സഖ്യത്തിൽ തന്നെ ഇപ്പോൾ 106ഉം 108ഉം പ്ലസ് 5 സീറ്റുകൾ, അങ്ങനെ 113 സീറ്റുകളായി കഴിഞ്ഞു. മാത്രമല്ല 47 പേരുടെ പിന്തുണ, അത് DMKയുടെ 47 നിയുക്ത MLA-മാരുടെയും പിന്തുണ, 20 പേരുടെ പിന്തുണയോടുകൂടിയാണ് നാളെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണത്തിൽ പങ്കാളികളാകില്ല എന്നുള്ളത് DMK പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റു തരത്തിലുള്ള സ്ഥാനമാനങ്ങളൊന്നും തന്നെ വേണ്ട, പുറത്തു നിന്നുള്ള പിന്തുണ മാത്രം, അത് കൃത്യമായി തന്നെ നൽകും. മാത്രമല്ല NDA സഖ്യം വിട്ടുകൊണ്ടുള്ളൊരു തീരുമാനത്തിലേക്കാണ് DMK എത്തിയിട്ടുള്ളതെന്നതും വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് രണ്ട് പാർട്ടികൾ മുന്നണികൾ വിടുന്നു എന്നുള്ളതാണ് ഈ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. NDA സഖ്യം DMK വിടുന്നു, കോൺഗ്രസ് സഖ്യം DMK സഖ്യം വിട്ട് കോൺഗ്രസ് TVKയ്ക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ചില രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി തമിഴ്നാട്ടിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉപാധികളില്ലാത്ത പിന്തുണയാണ് കോൺഗ്രസ് എന്തായാലും ഇപ്പോൾ TVKയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിൽ സ്ഥാനമാനങ്ങളെക്കുറിച്ച് പറയുന്നില്ല. 2 മന്ത്രിസ്ഥാനവും കോർപ്പറേഷൻ ചെയർമാൻഷിപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ രാത്രി വരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും രാവിലെ ചേർന്ന നേതൃയോഗത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. നിരുപാധിക പിന്തുണ നൽകുന്നു. മാത്രമല്ല ഒരേ ഒരു ഉപാധി മാത്രം വെച്ചിരിക്കുന്നു, വിജയ് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടരുത് എന്നുള്ള ഒരു ഉപാധി മാത്രമാണ് എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വളരെ കൃത്യമായ ക്ലിയർ മെജോറിറ്റിയിൽ എന്തായാലും വിജയ് നാളെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയാണ്. 11:30-ക്ക് ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. ഒരുക്കങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. മാത്രമല്ല 5000 പേരെയായിരിക്കും അവിടെ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൃത്യമായി 5000 പേരെ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഉണ്ടാകും. ഈ പറഞ്ഞ രീതിയിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും നാളെ സത്യപ്രതിജ്ഞ തടങ്കിൽ എത്തും എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ എന്തായാലും വരുന്നു. വിപുലമായ സജ്ജീകരണങ്ങൾ, വിപുലമായ ഒരുക്കങ്ങളാണ് എന്തായാലും ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ വൈകിട്ട് 3:30-ക്ക് വിജയ് ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട് കൺസെന്റ് കൈമാറുകയും ചെയ്യും. അതിനു മുമ്പായി DMKയുടെ കൺസെന്റ്, DMKയുടെ 47 നിയുക്ത MLA-മാരും ഒപ്പിട്ട കത്ത് വിജയ്ക്ക് കൈമാറും എന്നുള്ളതുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് കോൺഗ്രസിന്റെ MLA-മാരെല്ലാം, അത് PCC അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് MLA-മാർ പനയൂരിലെ TVK ആസ്ഥാനത്തെത്തിയത്. അവിടെ എത്തി വിജയ് അവരെ ഷാളണിഞ്ഞ് സ്വീകരിക്കുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ 160 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ എന്തായാലും വിജയ് അധികാരത്തിലേറാൻ പോകുന്നു, സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമൽ, അനുജ. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അനുജ, എന്തായാലും ഈ വിജയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വരവ് നോക്കൂ, അവിടുത്തെ മുന്നണി സംവിധാനങ്ങളെ പോലും അപ്പാടെ തകിടം മറിച്ചിരിക്കുകയാണ്. 2 മുന്നണികളിലാണ് വലിയ മാറ്റങ്ങൾ. പരസ്പരം എതിരാളികളായി നിന്ന് മത്സരിച്ച 2 മുന്നണികളിൽ നിന്നും ഈ തരത്തിൽ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ പുറത്തു വരുന്നു. അവർ ഒരുമിച്ച് വിജയുടെ പാർട്ടിയെ, വിജയെ പിന്തുണയ്ക്കുകയാണ്. അതാണ് DMK-യിൽ നിന്ന്, ആ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസ് വിടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിന്നിരുന്ന ആളുകൾ, ദേശീയ തലത്തിൽ മോദിക്കെതിരെയൊക്കെ പോരാട്ടം നടത്തിയവർ, അപ്പോൾ അത് പൊളിഞ്ഞിരിക്കുന്നു. അതാണ് DMK അതിർത്തി അറിയിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. മറ്റൊന്ന് AIADMK NDA സഖ്യം വിടുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അങ്ങനെ 2 സഖ്യങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ച എന്നുള്ളത് കൂടി ഈ വിജയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വരവിൽ വാർത്തയായി മാറുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.